നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഒരിക്കലും എല്ലാവരോടും പറയരുത്. കാരണം എല്ലാവരും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരല്ല. ചിലർ കേൾക്കും, ചിലർ അത് ഉപയോഗിക്കും. ചാണക്യൻ പറഞ്ഞിരുന്നു, അമിതമായി തുറന്നു സംസാരിക്കുന്ന ആളാണ് ഏറ്റവും എളുപ്പത്തിൽ തകരുന്നത്. ഇന്ന് മനുഷ്യർ അവരുടെ ജീവിതം മുഴുവൻ ലോകത്തോട് പറയാൻ തുടങ്ങി. സ്വപ്നങ്ങൾ, ബന്ധങ്ങൾ, ദുഃഖങ്ങൾ, പ്ലാനുകൾ എല്ലാം പബ്ലിക്കായി മാറി. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ ആളുകളല്ല. ചിലർ നിങ്ങളെ മനസ്സിലാക്കാൻ വരും, ചിലർ കമ്പയർ ചെയ്യാൻ വരും, ചിലർ നിങ്ങളുടെ വീക്ക്നെസ് കണ്ടെത്താൻ വരും. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും എല്ലാവരോടും പങ്കിടരുതാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സും അസൂയയും മാനിപ്പുലേഷൻസും സൈലൻസിന്റെ പവറും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോയാണ്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി തന്നെ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ എല്ലാവരോടും പറയരുതെന്ന് ചാണക്യൻ പറയുന്നതിന്റെ വസ്തുത പറയാം. ഒരു പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപ് അത് പരസ്യമാക്കരുത്. ഇന്നത്തെ കാലത്ത് പലരും ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപേ ലോകത്തോട് അനൗൺസ് ചെയ്യും, ഞാൻ ലൈഫ് മാറ്റും, ഞാൻ വലിയ സക്സസ് നേടാൻ പോകുന്നു, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു. പക്ഷെ പലപ്പോഴും ആ കാര്യങ്ങൾ ഹാഫ് വേയിൽ തന്നെ അവസാനിക്കും. അതായത് പകുതിയിൽ തന്നെ അത് തീർന്നു പോകും. ഇതെന്തുകൊണ്ടാണെന്നോ? കാരണം ഒരു ലക്ഷ്യം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിനൊരു ഫേക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. നമ്മളൊന്നും നേടിയിട്ടില്ലെങ്കിലും നേടിയതുപോലെ മനസ്സ് ഫീൽ ചെയ്യും. അതോടൊപ്പം മറ്റൊരു അപകടവുമുണ്ട്. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ചിലർ ചിരിക്കും, ചിലർ ഡിസ്കറേജ് ചെയ്യും. ഇത് നിന്നെക്കൊണ്ട് നടക്കാൻ പോകുന്നില്ല, അത് ഇമ്പോസിബിൾ ആണ്, അത് വെറും ഡ്രീമാണ്. ഇങ്ങനെ പറയുന്ന വാക്കുകൾ സ്ലോലി നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കും. ഒരു വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമായി വളരുന്നു, അത് വൃക്ഷമായതിനു ശേഷം ലോകം അതിനെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സൈലൻസിലാണ് വളരേണ്ടത്. പ്രവർത്തനം സംസാരിക്കട്ടെ, വാക്കുകളല്ല. നിങ്ങളുടെ ബലഹീനതകൾ എല്ലാവരോടും തുറന്നു പറയരുത്. ഓരോ മനുഷ്യനും ചില ബലഹീനതകൾ ഉണ്ടാകും. ഭയമാകട്ടെ, ഇൻസെക്യൂരിറ്റി ആകട്ടെ, പാസ്റ്റിൽ നടന്ന മിസ്റ്റേക്കുകളാകട്ടെ, ഇമോഷണൽ പെയിൻ. പക്ഷേ ഇവയെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നത് അപകടകരമാണ്. കാരണം എല്ലാ ആളുകളും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല. ചിലർ സിമ്പതി കാണിക്കും, പിന്നീട് അതേ കാര്യം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യും. അതിനാൽ ചാണക്യൻ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ രഹസ്യങ്ങളാണ്. നിങ്ങൾ ഇമോഷണലി എവിടെയാണ് വീക്ക് എന്ന് ആളുകൾ മനസ്സിലാക്കിയാൽ അവർക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാകും. നിങ്ങൾ റിജക്ഷനെ ഭയപ്പെടുന്നു എന്നറിഞ്ഞാൽ അവർ അത് ഉപയോഗിക്കും. നിങ്ങൾ ലോൺലിനെസ്സിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നറിഞ്ഞാൽ അവർ ഇമോഷണൽ കൺട്രോൾ നേടാൻ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യേണ്ടതില്ല. ഇത് ഈഗോ അല്ല, ഇത് സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. ചാണക്യൻ പഠിപ്പിച്ചത് വിശ്വാസം നൽകുക, പക്ഷേ കണ്ണടച്ച് അല്ല എന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ്, എല്ലാവരും സുഹൃത്തുക്കളല്ല. നിങ്ങളോട് ദിവസവും സംസാരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ആളുകളല്ല. ജീവിതത്തിൽ ഏറ്റവും വൈകി മനസ്സിലാക്കുന്ന സത്യങ്ങളിൽ ഒന്നാണിത്. പലപ്പോഴും നമ്മൾ കരുതും നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നവരും നമ്മളെക്കുറിച്ച് ചോദിക്കുന്നവരും നമ്മുടെ ഓരോ കാര്യവും അറിയാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ചിലർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്, കമ്പയർ ചെയ്യാനാണ്. ചിലർക്ക് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ജെനുവിൻ സന്തോഷമില്ല. എവിടെ എത്തി, എന്ത് നേടി, എങ്ങനെ ജീവിക്കുന്നു എന്നതറിയാൻ വേണ്ടി ഒരാകാംക്ഷയാണ്. കാരണം മനുഷ്യരുടെ മനസ്സ് പലപ്പോഴും കമ്പാരിസൺ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, പാമ്പിനേക്കാൾ അപകടകാരി ദുഷ്ട സുഹൃത്താണ്. ഒരു പാമ്പ് ഒരിക്കൽ മാത്രമേ കടിക്കൂ, പക്ഷേ ഫേക്ക് ഫ്രണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ബുദ്ധിമാനായ ആളുകൾ എല്ലാവരോടും ഇമോഷണലി ക്ലോസ് ആകാത്തത്. അവർ സംസാരിക്കും, ചിരിക്കും, ബന്ധങ്ങൾ നിലനിർത്തും, പക്ഷെ അവരുടെ പ്രൈവറ്റ് ലൈഫ് മുഴുവൻ ആരോടും തുറന്നു കാണിക്കില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പലരും നിങ്ങളെ ഇഗ്നോർ ചെയ്യും. പക്ഷെ നിങ്ങൾ സ്ലോലി ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചില ആളുകളുടെ പെരുമാറ്റം മാറും. അവർ കൂടുതൽ ചോദിക്കാൻ തുടങ്ങും, എന്താണിപ്പോൾ ചെയ്യുന്നത്, എങ്ങനെ ഇത്ര മാറ്റം വന്നു, എന്താണ് ഇനി പ്ലാൻ. ഇതെല്ലാം ക്യൂരിയോസിറ്റി പോലെ തോന്നാം, പക്ഷെ എല്ലാം ക്യൂരിയോസിറ്റിയും ഇന്നസെൻസ് അല്ല. ചില ആളുകൾക്ക് നിങ്ങളെക്കാൾ മുന്നിലെത്താൻ കഴിയാത്തപ്പോൾ നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കും. നേരിട്ടല്ല, ഡൗട്ട് ഉണ്ടാക്കി, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി, നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൊണ്ട്. അതുകൊണ്ട് ചാണക്യൻ പഠിപ്പിച്ചത് എല്ലാവരോടും ഒരേ രീതിയിൽ തുറന്നു പെരുമാറരുത് എന്നതാണ്. ഇന്നത്തെ ലോകത്ത് ട്രസ്റ്റ് വളരെ വിലപ്പെട്ട ഒന്നാണ്. പക്ഷെ അതിനേക്കാൾ വിലപ്പെട്ടത് ആരെ എത്രത്തോളം വിശ്വസിക്കണമെന്ന ബോധമാണ്. ചിലർ നിങ്ങളുടെ പെയിൻ കേട്ട് സിമ്പതി കാണിക്കും, പക്ഷെ പിന്നീട് അതേ പെയിൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. ചിലർ നിങ്ങളുടെ സീക്രറ്റ്സ് കേട്ട് ഞാൻ ആരോടും പറയില്ല എന്ന് പറയും, പക്ഷെ റിലേഷൻഷിപ്പ് മാറിയാൽ അതേ സീക്രറ്റ്സ് പുറത്തും വരും. അതുകൊണ്ട് ഒരിക്കലും എല്ലാവരോടും നിങ്ങളുടെ ജീവിതം തുറന്നു കാണിക്കരുത്. നിങ്ങളുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും പറയേണ്ടതില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടേതായി തന്നെ ഇരിക്കേണ്ടതാണ്. കാരണം പ്രൈവസി എന്നത് ഹൈഡിംഗ് അല്ല, പ്രൊട്ടക്ഷൻ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സോഷ്യൽ മീഡിയയിലെല്ലാം കാണിക്കരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് ജീവിതത്തെക്കാൾ കൂടുതൽ ഡിസ്പ്ലേയിന് വേണ്ടിയാണ്. ഭക്ഷണം കഴിച്ചാൽ ഒരു ഫോട്ടോ, യാത്ര പോയാൽ വീഡിയോ, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ്, സാഡ്നെസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റോറി. ഓരോ ഇമോഷൻസ് പോലും പബ്ലിക്കായി മാറി. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ആളുകൾക്ക് അവരുടെ ജീവിതം എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് കാണിക്കേണ്ട ആവശ്യമായി തോന്നുന്നത്? കാരണം മനുഷ്യർ വാലിഡേഷൻ ആഗ്രഹിക്കുന്നു. ആളുകൾ നമ്മെ നോട്ടീസ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷേ ഈ വാലിഡേഷന്റെ പിന്നാലെ പോകുമ്പോൾ മനുഷ്യർ അവരുടെ പ്രൈവസി സ്ലോലി നഷ്ടപ്പെടുത്തും. ചാണക്യൻ പറഞ്ഞിരുന്നു, മൂല്യമുള്ള കാര്യങ്ങൾ നിശബ്ദതയിൽ വളരും. ഒരു വിത്ത് മണ്ണിനടിയിൽ വളരുമ്പോൾ ശബ്ദമുണ്ടാക്കില്ല, പക്ഷെ അത് വൃക്ഷമായാൽ ലോകം അതിനെ കാണും. അതുപോലെ തന്നെയാണ് ജീവിതവും. റിയൽ ഗ്രോത്ത് സൈലന്റ് ആയിരിക്കും. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന പല പെർഫെക്റ്റ് ജീവിതങ്ങളും യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് അല്ല. പല സ്മൈലിന്റെയും പിന്നിൽ സ്ട്രെസ് ഉണ്ട്.
പല ലക്ഷറി ഫോട്ടോയുടെയും പിന്നിൽ ഡെപ്റ്റ് ഉണ്ട്. പല ഹാപ്പി കപ്പിൾസിന്റെ പോസ്റ്റിന് പിന്നിലും സൈലൻസ് ഉണ്ട്. പക്ഷെ ആളുകൾ ലോകത്തിന് മുന്നിൽ പെർഫെക്റ്റ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു അപകടവുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം അധികം പബ്ലിക് ആക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാൻ എളുപ്പമാകും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് വീക്ക്നെസ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ്, എല്ലാം സ്ലോലി ആളുകൾക്ക് മനസ്സിലാകും. അതിനാലാണ് പവർഫുൾ ആളുകൾ അവരുടെ ലൈഫ് മുഴുവൻ പബ്ലിക് ആക്കാത്തത്. അവർ റിസൾട്ട് മാത്രമേ കാണിക്കുകയുള്ളൂ, പ്രോസസ് അല്ല. കാരണം സൈലൻസ് ക്രിയേറ്റ്സ് മിസ്റ്ററി, മിസ്റ്ററി ക്രിയേറ്റ്സ് റെസ്പെക്ട്. നിങ്ങളുടെ സന്തോഷം പോലും എല്ലായ്പ്പോഴും ലോകത്തോട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥ സന്തോഷത്തിന് ഓഡിയൻസ് ആവശ്യമില്ല. ചില കാര്യങ്ങൾ ക്യാമറ ഇല്ലാതെയും മനോഹരമാണ്. ചില മെമ്മറീസ് പോസ്റ്റ് ചെയ്യാതെ സൂക്ഷിക്കുമ്പോഴാണ് കൂടുതൽ മീനിങ് ഫുൾ ആകുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, പക്ഷേ നിങ്ങളുടെ ജീവിതം മുഴുവൻ അവിടെ വെക്കരുത്. എല്ലാം കാണിക്കുന്ന ആളുകൾക്ക് അറ്റൻഷൻ ലഭിക്കാം, പക്ഷേ എല്ലാം സംരക്ഷിക്കുന്ന ആളുകൾക്ക് പീസ് ലഭിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ പരസ്യമാക്കരുത്. പലരും ജീവിതത്തിൽ വലിയ മിസ്റ്റേക്കുകൾ ചെയ്യുന്നു. അവർ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപേ ലോകത്തോട് അനൗൺസ് ചെയ്യും, ഇനി ഞാൻ മാറും, ഇനി ഞാൻ സീരിയസ് ആണ്, ഇനി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം പഴയതുപോലെ തന്നെ. ചാണക്യൻ പറഞ്ഞിരുന്നു, ഒരു പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപ് അതിനെ പരസ്യമാക്കരുത്. കാരണം ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന് ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഒന്നും നേടിയിട്ടില്ലെങ്കിലും നേടിയതുപോലെ ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ ഡേഞ്ചറസ് ആളുകൾ നോയ്സി ആയിരിക്കില്ല, അവർ സൈലന്റ് ആയിരിക്കും. അവർ അവരുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അവർ പതിയെ തന്നെ വർക്ക് ചെയ്യും. കാരണം അവർക്കറിയാം ലോകം വേർഡ്സിനേക്കാൾ റിസൾട്ടിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. ഒരു സിംഹം വേട്ടയ്ക്ക് പോകുമ്പോൾ കാട്ടിൽ അനൗൺസ്മെന്റ് നടത്താറില്ല, അതിനെ നിശബ്ദമായി ഒബ്സർവ് ചെയ്യും, ശരിയായ സമയത്ത് മൂവ് ചെയ്യും. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ. അവർ എല്ലാ പ്ലാൻസും പബ്ലിക് ആക്കില്ല. നിങ്ങളുടെ അടുത്ത മൂവ് എല്ലാവർക്കും അറിയാമെങ്കിൽ ആളുകൾ മെന്റലി തയ്യാറാകും. ചിലർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും, ചിലർ നിങ്ങളുമായി കോമ്പീറ്റ് ചെയ്യും, ചിലർ സീക്രറ്റ്ലി നിങ്ങളെ ഫെയിൽ ആകുന്നത് കാണാൻ കാത്തിരിക്കും. അതുകൊണ്ട് സൈലൻസ് വളരെ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുക. ഇന്ന് പലരും സോഷ്യൽ മീഡിയയിൽ വർക്ക് ഇൻ സൈലൻസ് എന്ന് കോട്ടിടും. പക്ഷേ യഥാർത്ഥ സൈലൻസ് വളരെ റെയർ ആണ്. റിയൽ സൈലൻസ് എന്നത് അറ്റൻഷൻ വേണ്ടാതെ വർക്ക് ചെയ്യുക എന്നതാണ്. അപ്രീസിയേഷൻ കിട്ടാതെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. നിങ്ങൾ ക്വയറ്റ്ലി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ആളുകളും സ്ലോലി നിങ്ങളുടെ റിസൾട്ട്സ് നോട്ടീസ് ചെയ്യും. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫീലിംഗ്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാതെയുള്ള സക്സസ് നേടുന്നത് ലൗഡ് പ്രോമിസസിനേക്കാൾ ശക്തമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇമോഷണൽ കൺട്രോൾ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്യുന്നത് പുറത്തുള്ള എനിമീസ് അല്ല, നിയന്ത്രിക്കാനാകാത്ത ഇമോഷൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിലെ കോപവും ഭയവും അസൂയയും അറ്റാച്ച്മെന്റും ഓവർ തിങ്കിങ്ങും ഇവയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തപ്പോൾ മനുഷ്യർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ചാണക്യൻ പറഞ്ഞിരുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഇന്ന് പലരും ഇമോഷൻസ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. കോപം വന്നാൽ സംസാരിക്കും, സാഡ്നെസ് വന്നാൽ എല്ലാവരോടും തുറന്നു പറയും, ഹേർട്ട് ആയാൽ ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കും. പക്ഷേ ഇമോഷണലി കൺട്രോൾഡ് ആയിട്ടുള്ള വ്യക്തികൾ അവർ ഡിഫറെൻ്റ് ആണ്. അവർ ഫീൽ ചെയ്യും, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. നിങ്ങളുടെ ഇമോഷൻസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ വായിക്കാൻ എളുപ്പമാകും. നിങ്ങൾ എന്താണ് ട്രിഗർ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കും. പിന്നെ അതുപയോഗിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ശ്രമിക്കും. അതുകൊണ്ട് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. കാമായിട്ടുള്ള മൈൻഡുള്ള ആളുകൾ പ്രഷറിൽ പോലും ക്ലിയറായി തിങ്ക് ചെയ്യും. അവർ ടെമ്പററി ഇമോഷൻസ് കൊണ്ട് പെർമനന്റ് മിസ്റ്റേക്ക് ചെയ്യില്ല. ഒരു സമുദ്രം പുറത്തുനിന്ന് കാമായി തോന്നും, പക്ഷേ അതിൻ്റെ ആഴം വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ഇമോഷണലി സ്ട്രോങ് ആയ ആളുകൾ. അവർ ഓരോ ഇമോഷൻസും പുറത്ത് കാണിക്കില്ല. അതുകൊണ്ട് അവർ വീക്കല്ല, കൺട്രോൾഡ് ആണ്. അവസാനം ഓർക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കരുത്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.